ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെക്ട്രൽ സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വാട്ട് വർക്കീസ് എന്ന് പറയുന്ന പോമാണ്. അത് റിട്ടൺ ചെയ്തിട്ടുള്ളത് ഫിലിപ്പ് ലെവിനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓതറിനെ പറ്റിയിട്ട് നോക്കാം. ഫിലിപ്പ് ലെവിൻ വാസ് വൺ ഓഫ് ദി ലീഡിംഗ് അമേരിക്കൻ പോയറ്റ്സ് ഓഫ് ഹിസ് ഏജ്. ഹി അഡ്മയർഡ് നോട്ട് ഓൺലി പീപ്പിൾ ഹൂ സ്ട്രഗിൾഡ് ഫോർ ഫ്രീഡം ആൻഡ് സ്പോക്ക് ഫോർ ദി വോയിസ്ലെസ് പീപ്പിൾ. മോസ്റ്റ് ഓഫ് ഹിസ് poems were autobiographical in nature, focusing on his distorted childhood and the many tedious jobs that he was forced to do. ഫിലിപ്പ് ലെവിൻ അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പോംസൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറാണ്. പിന്നെ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ ജോബ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി പോയറ്റ് ലോറിയറ്റ് ഓഫ് അമേരിക്ക ഫ്രം 2011 to 2012. He died of pancreatic cancer on 14th February 2015. The economic and social life of 20th century Detroit is one of the major subjects of Levin's work. His first work on the poetry was On the Edge. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെ മേജർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് 20th century ഡിട്രോയിറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഓൺ ദി എഡ്ജ് ആണ്. Contemporary critics call him a working class poet, describing his writings and as working class words. Levin's poetry illustrates one of the basic tenets of Marxist theory, that is class antagonism comprise all of human history. കണ്ടംപററി ക്രിട്ടിക്സ് അദ്ദേഹത്തിന് വർക്കിംഗ് ക്ലാസ് പോയറ്റ് എന്നാണ് വിളിക്കുക. കാരണം വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി സംസാരിക്കുന്ന വർക്കിംഗ് ക്ലാസ്സിൻ്റെ അവസ്ഥകളാണ് അദ്ദേഹത്തിൻ്റെ കുറേ പോംസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്നത് വർക്കിംഗ് ക്ലാസ് പോയറ്റ് എന്നാണ്. ഇനി ഇതാണ് ഓതറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ 5 മാർക്കിന് ഷോർട്ട് എസ്സേയൊക്കെ വരില്ലേ, അപ്പോൾ അതിൽ ജസ്റ്റ് വാട്ട് വർക്കീസ് എന്ന് പറയുന്ന പോം റിട്ടൺ ബൈ ഫിലിപ്സ് ലെവിൻ എന്ന് കൊടുത്താൽ മതി. പക്ഷേ എസ്സേസ് എഴുതുന്ന സമയത്ത് ഓതറിനെ പറ്റി 2-3 സെൻറ്റൻസും കൂടി എഴുതി കഴിഞ്ഞാൽ എസ്സേ ഒന്നുകൂടി അട്രാക്റ്റീവ് ആവുകയും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് പോയിൻറ്റ്സാണ്. ഫിലിപ്പ് ലെവിൻ എന്ന് പറയുന്നത് അമേരിക്കൻ പോയറ്റാണെന്നും അദ്ദേഹത്തിൻ്റെ അധിക പോംസും ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറിൽ എഴുതിയിട്ടുള്ളതാണെന്നും അദ്ദേഹത്തിൻ്റെ മേജർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് 20th century ഡിട്രോയിറ്റ് ആണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കിൻ്റെ പേര് ഓൺ ദി എഡ്ജ് എന്നാണെന്നും കണ്ടംപററി ക്രിട്ടിക്സ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ക്ലാസ് പോയറ്റ് എന്നാണ്. കാരണം വർക്കിംഗ് ക്ലാസ്സുകാരുടെ പ്രശ്നങ്ങളും അവരുടെ അവസ്ഥകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോമിൽ പറയുന്നത്. ഇതാണ് ഓതറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി വാട്ട് വർക്കീസ് എന്ന് പറയുന്ന പോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിന് തൊട്ട് മുന്നേ ഉള്ള 2 ചാപ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സെയിം ആണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് IPR ആണ് 3 ചാപ്റ്ററിലും വരുന്ന മെയിൻ തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാനത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് വർക്കീസ് എന്ന് പറയുന്ന പോമിൻ്റെ സമ്മറിയാണ്. അപ്പോൾ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ വി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു വർക്കേഴ്സിൻ്റെ ഒത്തൊരുമയും അതോടൊപ്പം തന്നെ എല്ലാ വർക്കേഴ്സിനും ഉള്ളത് ഒരേ ഫീലിങ്സാണ്, ഒരേ സഫറിങ്സാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് സമ്മറിയിലോട്ട് പോവാം. ഫോർഡ് ഹൈലാൻഡ് പാർക്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. കുറേ മഴ കൊള്ളുന്നുണ്ട്, കുറേ വെയിൽ കൊള്ളുന്നുണ്ട്. പിന്നെ അവർ ആദ്യം ഒരു കാലിൽ നിൽക്കും, അത് ക്ഷണിക്കുമ്പോൾ വേറെ കാലിൽ നിൽക്കും. അതൊക്കെ അവരുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ടും അവരാരും പിന്തിരിഞ്ഞു പോകുന്നില്ല. എപ്പോഴെങ്കിലും എന്നെ വന്ന് വിളിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മഴ ഫുള്ള് നനയുന്നുണ്ട്. അങ്ങനെ നനയുമ്പോൾ മുടി കണ്ണിലോട്ട് വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണിലോട്ട് വന്ന് വീഴുമ്പോൾ അവിടെ മുമ്പിൽ നിൽക്കുന്ന ആളിൽ നിന്ന് നേരെ കാണാൻ പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുന്ന ഇത് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് സഹോദരനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നാണ്. പിന്നീട് ആ മുടി മാറ്റുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സഹോദരനൊന്നുമല്ല, എൻ്റെ സഹോദരനേക്കാൾ വീതി കുറഞ്ഞ തോളുകളാണ് അയാൾക്കുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാമായിരുന്നു, അവിടെ ഉള്ള ആ ഓണർ വരുമ്പോൾ പറയും ജോലിയൊന്നുമില്ല, അതിനനുസരിച്ചുള്ള അവർക്കനുസരിച്ച ഒരു റീസണും പറയും എന്നവർക്കറിയാം. ഇതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അവർ ആ ക്യൂവിൽ അത്രയും നേരം നിൽക്കുന്നത്. അപ്പോൾ അവരെ ആലോചിക്കുകയാണ്, എൻ്റെ അനിയൻ ഇപ്പോൾ
കാഡിലാക്ക് ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഉറങ്ങുമായിരിക്കും. ഉച്ചയ്ക്ക് മുന്നേ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നെ കാഡിലാക്ക് ഫാക്ടറിയിൽ 8 അവർ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പിന്നെ ജർമ്മൻ കമ്പോസറായിട്ടുള്ള വാഗ്നറുടെ ഒപ്പാര പാടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെന്നും ഒപ്പേരയുടെ മ്യൂസിക് എന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള മ്യൂസിക്കാണെന്നും അത് കേൾക്കുന്ന ആൾക്കാർക്ക് വെറുപ്പ് തോന്നും എന്നുള്ളതൊക്കെ അവൻ ആലോചിക്കുകയാണ്. പിന്നെ അവൻ പറയുന്നത് അവൻ്റെ സഹോദരനെ അവൻ സ്നേഹിച്ചിട്ടോ സഹോദരനെ കെട്ടിപ്പിടിച്ചിട്ടോ കവിളിലൊരു ചുംബനം കൊടുത്തിട്ടോ എത്രയോ കാലമായി എന്ന് പറയാണ്. ഇതൊരിക്കലും ആള് അത്രയും നീചനാണ്, ക്രൂരനാണ്, അയാൾക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല, ബന്ധം എന്താണെന്ന് അറിയില്ല, അതൊന്നും അല്ല അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് അറിയില്ല അയാളുടെ ജോബ് എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ അത് തിരഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ സ്നേഹിക്കാനോ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും അയാൾക്ക് സമയം പോലും കിട്ടുന്നില്ല. വെറും ഈ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു കൂട്ടം ആൾക്കാർ ആ ക്യൂവിൽ എന്നും പോയി നിൽക്കുന്നത്. അവർക്കറിയാം ആ ഓണർ വന്നു കഴിഞ്ഞ് ഇവർ ഇല്ല ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞയക്കുന്ന അവർക്കറിയാം. പക്ഷേ എന്നിട്ടും അവരവിടെ നിൽക്കാനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഹോപ്പാണ്. അഥവാ എന്തെങ്കിലും എന്നെ വിളിച്ചാലോ എന്നുള്ള ഒരു ഹോപ്പാണ്. അപ്പോൾ ആ ഒരു ഹോപ്പിനെയും അത്രയും ആൾക്കാരുടെ ഡെഡിക്കേഷനെയൊക്കെ ഇവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ദുരവസ്ഥ കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പോമിൽ ഫുള്ള് ആ വർക്കേഴ്സിൻ്റെ എന്താ പറയുക പോവേർട്ടിയും അവരുടെ ദുരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വാട്ട് വർക്ക് ഈസ് എന്ന് പറയുന്ന പോമിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ പോയിൻറ്സും തീംസും സമ്മറിയൊക്കെ നമുക്ക് നോക്കാം. What work is the little poem of Levin's collection of poems published in 1991. According to David Baker, this collection of poetry is one of the most important books of poetry of our time. അതായത് ഈ കളക്ഷൻ ഓഫ് പോം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1991 ഇത് ഡേവിഡ് ബേക്കർ പറയുന്ന ഈ ഒരു കളക്ഷൻ ഓഫ് പോയട്രിയാണ് ആ ഒരു ടൈമിൽ ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആയിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ്. In this poem, Levin talks about the miserable conditions of manual laborers. The poem speaks about the loneliness, helplessness, poverty and desperation of the workers. The poem What Work is mostly autobiographical, which reflects the miseries he had undergone while he worked in the factories. മാനുവൽ ലേബേഴ്സിൻ്റെ ദുരവസ്ഥയാണ് ഈ പോമിലൂടെ ഓതർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ ഹെൽപ്ലെസ്നെസ്, പോവേർട്ടി, ഡെസ്പറേഷൻസ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ വാട്ട് വർക്ക് ഈസ് എന്നുള്ളത് ഒരു ഓട്ടോബയോഗ്രഫിക്കലാണ്. ഇതിൽ ഓതർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇതിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. Levin addresses the terrible conditions of the workers and shows how this industrialized world represses the manual labor. The famous critic Herbert Leibowitz commented on Levin's poetry. Levin has returned again and again in his poems to the lives of factory workers trapped by poverty and the drudgery of the assembly line, which breaks the body and scares the spirit. ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി വന്നിട്ടും ഇവിടെ ജോലി ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. വർക്കേഴ്സ് നിന്നിട്ടും അവരുടെ മിസറബിൾ ലൈഫും മിസറബിൾ കണ്ടീഷൻസും ഒന്നും മാറുന്നില്ല. അപ്പോൾ ഫേമസ് ക്രിട്ടിക്കായിട്ടുള്ള ഹെർബർട്ട് ലൈബോയിറ്റ്സ് എന്ന് പറയുന്നത് ലെവിൻ്റെ പോയട്രി എന്ന് പറയുന്ന വർക്കേഴ്സിൻ്റെ അവസ്ഥകളൊക്കെയാണ് അതിൽ പറയുന്നത്. അവരനുഭവിക്കുന്ന ദുരവസ്ഥ, അവരുടെ പോവേർട്ടിയൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നാണ് ഫേമസ് ക്രിട്ടിക്ക് പറയുന്നത്. The poem begins with the first person plural we, indicates the universality of the sufferings of the working class. It also shows the collective nature and solidarity of the workers. We എന്നും പറഞ്ഞാണ് ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത്. അത് കാണിക്കുന്നത് വർക്കേഴ്സിൻ്റെ സഫറിങ്സും പിന്നെ അവരുടെ ഒത്തൊരുമയാണ് അവിടെ കാണിക്കുന്നത്. The poem begins with the people, the poor workers standing in line for work at Ford Highland Park. They don't have permanent job and every day they have to wait in front of the factory to be called for work. The worst part is that when their turn comes, the owner of the factory might say there is no work on that day. ഇത് ബിഗിൻ ചെയ്യുന്നതിന് ഫസ്റ്റ് ലൈന് ഫോർഡ് ഹൈലാൻഡ് പാർക്കിൽ ഒരു കൂട്ടം ആൾക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ജോബ് ഒന്നും പെർമനൻ്റ് അല്ല. ഓരോ ദിവസവും ആ ഫാക്ടറിയുടെ മുമ്പിൽ ജോലിക്ക് വേണ്ടി അവർ പോയി നിൽക്കുകയാണ്. ഇതിൻ്റെ
വേഴ്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത്, വേഴ്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഓണർ വന്നിട്ട് പറയും നിങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നുമില്ല, മണിക്കൂറുകളോളം അവർ ആ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ആ ഓണർ വന്നിട്ട് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല എന്നുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു വർക്കറിൻ്റെ അല്ലെങ്കിൽ ആ വർക്കേഴ്സിൻ്റെ ആ ഒരു അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. Levin portrays that work is only to get money to support people's family and that work or should be your entire life. ഈ ഒരു വർക്കിലൂടെ നമുക്ക് കുറേ മണി കിട്ടുകയും പൈസ കിട്ടി ആ പൈസ വെച്ച് ഫാമിലി ലീഡ് ചെയ്യിപ്പിക്കാനും പറ്റും എന്നാണ് ഈ ഒരു പോമിലൂടെ ലെവിൻ ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ഫീബി പെറ്റിൻഗേൽ, ദ വർക്ക് റെഫർ to is something that civilized literary society too often represents as a subject manual labor. Thus, he speaks of the men and women perform endlessly repetitive tasks on automobile assembly line, those who stand in the rain in a long line waiting at Ford Highland Park for work. അതായത് ഫീബി പെറ്റിൻഗേൽ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മറ്റേ ലെവിൻ്റെ വർക്ക് ഫുള്ള് പോമെല്ലാം വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. വർക്കേഴ്സിൻ്റെ സങ്കടങ്ങളും വർക്കേഴ്സിൻ്റെ അവസ്ഥകളുമാണ് അതിൽ പറയുന്നത് എന്നുമൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ, ആ വർക്കേഴ്സ് അത്രയും മനുഷ്യത്വം ഇല്ലാത്ത കുറേ മെഷീൻസിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവരുടെ മനുഷ്യത്വം ചോർന്നു പോയിട്ടില്ല എന്നും അവരുടെ കണ്ണിലും അവരുടെ കണ്ണുനീരൊക്കെ അറിയുന്ന ഒരാളാണ് ലെവിൻ ഓദർ എന്നും അയാളുടെ പോംസിലൊക്കെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. Throughout the poem, the poet focuses on the person reading the poem. He creates empathy to the readers towards the workers. The poet states that people only understand the life of workers when they experienced at least once the hardships and miseries of the poor workers and go through the dehumanizing ടാസ്ക് ഓഫ് വെയിറ്റിംഗ് ഇൻ എ ലൈൻ ഫോർ വർക്ക്. ഇതിൽ ഫുള്ള് ഈ ഒരു പോമിൽ ഫുള്ള് ആ ഒരു വർക്കേഴ്സിൻ്റെ ദുരിതാവസ്ഥയാണ് പറയുന്നത്. അത് വായിക്കുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ റീഡേഴ്സിൻ്റെ ഉള്ളിലും ഒരു എമ്പതി ഉണ്ടാവുന്നുണ്ട്. ആ ഒരു അവർ ജോബിന് വേണ്ടിയുണ്ടായിരുന്ന അവരുടെ ഹാർഡ്ഷിപ്സ് ആൻഡ് അവരുടെ മിസറീസും ആ ഒരു ഡീഹ്യൂമനൈസിങ്, അവരോടൊരു മനുഷ്യത്വം കാണിക്കാതെ ഉള്ള ജോലി കൊടുക്കലും കുറേ പേരെ ജോലിയിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെ ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ അവർ കുറേ ആൾക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതൊന്നും കൺസിഡർ ചെയ്യാതെ എത്രയോ മണിക്കൂറുകളോളം തരുന്നിട്ടും ഒന്നും കൺസിഡർ ചെയ്യാതെ ആ ഓണർ വന്നിട്ട് ഇവിടെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവനെ നിരാശയിലാക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇതൊക്കെ വായിക്കുമ്പോൾ റീഡേഴ്സിൻ്റെ ഉള്ളിൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. In this poem, Levin expresses the struggles between the working class and the upper middle class. The narrator's brother can't find time to practice singing opera because he is busy with searching and doing all kinds of jobs to support and feed his family. ഈ പോമിൽ ലെവൻ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നത് സ്ട്രഗിൾ ബിറ്റ്വീൻ അപ്പർ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ്സും തമ്മിലുള്ള ഒരു സ്ട്രഗിളാണ് അവിടെ കാണിക്കുന്നത്. നറേറ്ററിൻ്റെ ബ്രദറിന് ഒപ്പേര പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം അവൻ കുറേ ജോബ്സ് സെർച്ച് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ കുറേ തരത്തിലുള്ള ജോബുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവൻ്റെ ഫാമിലീനെ മുന്നോട്ട് ലീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒപ്പേര പാട്ട് പഠിക്കാനുള്ള ടൈം അവിടെ കിട്ടുന്നില്ല. The tone of the poem resembles the tone of what whole Great Depression era of the 1930s. The poem itself embodies the loneliness, desperation, helplessness, and the boundaries felt by every man in poverty during that time. Levin truly has accomplished his goal in speaking for the voiceless worker. ഈ ഒരു പോമിൻ്റെ ടോൺ എന്ന് പറയുന്നത് 1930s ഉണ്ടായിരുന്ന ഡിപ്രഷൻ എറയാണ്. അപ്പോൾ ഡിപ്രഷനാണ് അവിടെ ടോണായിട്ട് കാണുന്നത്. ആ ഒരു വർക്കേഴ്സിൻ്റെ ലോൺലിനെസ്, ഡെസ്പറേഷൻ, ഹെൽപ്ലെസ്നെസ് ഒക്കെ ആ ഒരു ഡിപ്രഷൻ എറയിൽ ഫുള്ള് പോവേർട്ടി ആയിരുന്നു അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഈ ഒരു പോമിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓതർ ലെവിൻ എന്ന് പറയുന്ന ഓതറിൻ്റെ എല്ലാ പോമിലും വോയിസ്ലെസ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ ശബ്ദം ആണ്
അദ്ദേഹത്തിൻ്റെ അധിക പോമിൽ നമ്മൾ കാണുന്നത്. അവരുടെ ദുരിതാവസ്ഥയും അവരുടെ ലോൺലിനെസ്സും അവരുടെ ഡെസ്പറേഷൻസും ഹെൽപ്ലെസ്നെസ്സും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അധിക പോംസിലും കാണുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ പോയിൻറ്സും തീംസും ഒക്കെ ആയിട്ട് പറയുന്നത്. വാട്ട് വർക്ക് ഈസ് എന്ന് പറയുന്ന പോമിൻ്റെ തീംസും പോയിൻറ്സൊക്കെ പറയുന്നത്. ഫസ്റ്റ് ആ ഒരു സമ്മറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഡിപ്രഷൻ ആണ്. പിന്നെ ഓരോ സ്റ്റാൻസയിലും വർക്കേഴ്സ് എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നത്. ഫസ്റ്റ് പറയുന്നുണ്ട് ഫോർഡ് ഹൈലാൻഡ് പാർക്കിൽ അതിന് മുന്നിൽ ഒരു കൂട്ടം ആൾക്കാർ ജോലിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. ആ ജോലി അത്ര മണിക്കൂറോളം നിന്നിട്ടും അവർക്ക് അവിടെ ജോലി കിട്ടുന്നില്ല. അവർക്ക് അവരുടെ ഫാമിലീനെ ലീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്കൊരു അവരുടെ ഫാമിലി റിലേഷൻസുമായിട്ട് അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കാരണം അവർക്ക് ജോലി ഇല്ലായ്മയാണ്. അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയെ, അവരുടെ ആ ലോൺലിനെസ്സും ഡെസ്പറേഷൻസും ഒക്കെയാണ് അതിൽ ഓരോ ലൈനിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വർക്കേഴ്സിൻ്റെ മിസറീസും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ലെവിൻ്റെ പോം എന്ന് പറയുന്ന ഫുള്ള് വോയിസ്ലെസ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ വോയിസ് കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോം എന്ന് പറയുന്നത് വർക്കേഴ്സിൻ്റെ മിസറീസ് പറയുന്നതും മനുഷ്യത്വം ഇല്ലാത്ത കുറേ മെഷീൻസിൻ്റെ ഇടയിൽ അവർ വർക്ക് ചെയ്യുന്നത് കാണിയും. അപ്പം അവരോടുള്ള സഹാനുഭൂതിയൊക്കെയാണ് ഈ ഒരു പോമത്തിൽ ഫുള്ളായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ഇതിൽ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സ്റ്റാൻസ് വായിക്കുമ്പോൾ റീഡേഴ്സിൻ്റെ ഉള്ളിൽ ഒരു എമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എമ്പതി ഉണ്ടാവുന്നുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് ഓരോ വർക്കേഴ്സും ജീവിക്കുന്നത്. എന്നിട്ടും ജോബ് കിട്ടിയാലും അവരുടെ പോവേർട്ടി ഒന്നും മാറുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വർക്കേഴ്സിൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. എത്ര ഇൻഡസ്ട്രിയലൈസേഷൻ വന്നാലും എത്ര ഗ്ലോബലൈസേഷൻ വന്നാലും ഇപ്പോഴും കുറേ വർക്കേഴ്സ് ഇപ്പോഴും പോവേർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിക്കും പിന്നെ അവരുടെ ആ ഒരു അവസ്ഥ ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നും വോയിസ്ലെസ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഒരു ബോൾഡായിട്ടുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് എന്നുള്ള രീതിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വർക്കേഴ്സും അവരുടെ ഫാമിലിക്ക് വേണ്ടി ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. അതിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വി എന്ന് വെച്ചാണ് ഇത് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോ വർക്കേഴ്സിൻ്റെ സഫറിങ്സ് ഒരുപോലെയാണെന്ന് കാണിക്കാനും അവരെല്ലാവരും ഒരുപോലെയാണ് അവരുടെ ഒത്തൊരുമയെ കാണിക്കാനും പിന്നെ എത്ര മണിക്കൂറുകളോളം അവർ ആ ക്യൂവിൽ നിന്നാലും പിന്നെ അവരോട് ജോലിയില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവർ അതേപോലെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ദിവസം അവരെ ആ ജോലിയിലോട്ട് എടുക്കും എന്നുള്ള ആ ഒരു ഹോപ്പിൻ്റെ പുറത്താണ് അവർ വരുന്നത്. ആ ഒരു ഹോപ്പിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധൈര്യത്തിനെയും അവരുടെ ആ ഒരു ഹോപ്പിനെയൊക്കെ അവിടെ ഓതർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.